നമസ്കാരം. കഴിഞ്ഞ ദിവസം ഹമാസ് തട്ടിക്കൊണ്ടുപോയ 6 ഇസ്രയേൽ ബന്ദികളെ അവർ വധിച്ചതിൻ്റെ തൊട്ട് പിന്നാലെ ഇത്തരം തുരങ്കങ്ങളിൽ നടക്കുന്ന ക്രൂരകൃത്യങ്ങളെക്കുറിച്ചുള്ള പല വാർത്തകളും പുറത്തു വന്നിരുന്നു. യാതൊരു തരത്തിലുമുള്ള മനുഷ്യത്വമില്ലാത്ത രീതിയിൽ തന്നെയാണ് ഹമാസ് തീവ്രവാദികൾ ഇസ്രയേലിൽ നിന്ന് തങ്ങൾ തട്ടിക്കൊണ്ടുവന്ന ബന്ദികളോട് പെരുമാറിയിരുന്നതിൻ്റെ ഏറ്റവും ഭീകരമായ തെളിവുകളാണ് അന്ന് വാർത്തകളിലൂടെ പുറത്തു വന്നത്. ഇപ്പോൾ ഇസ്രായേൽ സൈന്യം നേരിട്ട് തന്നെ അവരുടെ സൈനിക വക്താവായ ജനറൽ ഡാനിയൽ ഹഗാരി തന്നെ നേരിട്ട് ഈ തുരങ്കത്തിലെത്തി അതിൻ്റെ ദൃശ്യങ്ങളിപ്പോൾ പുറത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. ഞെട്ടിപ്പിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് ഈ തുരങ്കങ്ങളിൽ കാണാൻ കഴിയുന്നത്. ഇരുമ്പ് വാതിലുകൾ കൊണ്ട് അടച്ച ഈ തുരങ്കം അങ്ങേറ്റം ഇരുട്ട് നിറഞ്ഞതും ഇടുങ്ങിയതുമാണെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ കാണാൻ കഴിയും. തുരങ്കത്തിൽ പല സ്ഥലങ്ങളിലും രക്തം കട്ടപിടിച്ച് കിടക്കുന്നുണ്ട്. ബുള്ളറ്റുകൾ, ചെസ്സെറ്റ് എന്നിവയും ഈ വീഡിയോയിൽ നമുക്ക് കാണാം. ഭൂമിയിൽ നിന്ന് ഏതാണ്ട് 66 അടി താഴെയാണ് ഈ തുരങ്കം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിന് 5.6 അടി ഉയരവും 32 ഇഞ്ച് വീതിയുമാണുള്ളത്. ഈ തുരങ്കത്തിൽ സാധാരണ ഇതിലൊരു മനുഷ്യന് നേരെ നിവർന്നു നിൽക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ് എന്ന് നമുക്കിതിൻ്റെ ദൃശ്യങ്ങൾ കാണുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഈ തുരങ്കത്തിനുള്ളിൽ കലാനിഷ്കോവ് തോക്കുകളുടെ വെടിയുണ്ടകളുടെ ഒഴിഞ്ഞ കവറുകൾ, മൂത്രം നിറച്ച പ്ലാസ്റ്റിക് കുപ്പികൾ അടങ്ങിയ ബാഗുകൾ, ടോയ്ലറ്റായി ഉപയോഗിച്ചിരുന്ന ബക്കറ്റുകൾ എന്നിവയും കാണാം. സ്ത്രീകളുടെ വസ്ത്രങ്ങളൊക്കെ തന്നെ നിലത്ത് ചിതറിക്കിടക്കുന്ന രീതിയിലാണ് നമ്മൾ കാണുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവർ വധിച്ച 6 ബന്ദികളും ചെറുപ്പക്കാരായിരുന്നു എന്നുള്ളതാണ് ഒരു പ്രധാന വസ്തുത. മാത്രമല്ല, കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ നമ്മൾ നമ്മുടെ വാർത്തകളിൽ സൂചിപ്പിച്ചിരുന്നത് പോലെ ഹമാസ് തീവ്രവാദികളുടെ ക്രൂരതകൾ സഹിക്കാൻ വയ്യാതെ ഒടുവിൽ ഈ 6 ബന്ദികളും അവരെ നേരിടാൻ തന്നെ വെറുങ്കയോടെ അവരെ നേരിടാൻ ഒരുങ്ങിയെന്നും അങ്ങനെയാണ് ഈ തീവ്രവാദികൾ ഇവരെ വെടിവെച്ച് കൊന്നത് എന്നുമാണ് ഇപ്പോൾ പുറത്ത് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഗാസയിലെ ടെൽ സുൽത്താൻ മേഖലയിലാണ് ഈ തുരങ്കം കണ്ടെത്തിയത്. ഈ തുരങ്കത്തിൻ്റെ പ്രവേശന കവാടത്തിൽ കാണുന്നത് കുട്ടികൾ ഉപയോഗിച്ചിരുന്ന മുറിയാണ് എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലുള്ള ചില അടയാളങ്ങളാണ്. ഇവിടെ നിന്നാണ് താഴേക്ക് ഇറങ്ങേണ്ടത്. ഇതിൻ്റെ ചുവരുകളിലൊക്കെ തന്നെ മിക്കി മൗസിൻ്റെയും മറ്റും ചിത്രങ്ങളാണ് നിറയെ കാണപ്പെടുന്നത്. അപ്പോൾ ഇതൊരു കുട്ടികൾ ഉപയോഗിച്ചിരുന്ന മുറി തന്നെ ആയിരിക്കാം എന്നുള്ളത് ഉറപ്പാണ്. ഇതുവഴിയാണ് ഈ ഭൂഗർഭ തുരങ്കത്തിലേക്ക് കടക്കേണ്ടത്. പലപ്പോഴും തടവിലായിരുന്ന ബന്ദികൾ പട്ടിണിയിലായിരുന്നു എന്നാണ് സൂചന. കണ്ടെടുത്ത 6 മൃതദേഹങ്ങളിൽ പലരുടെയും ശരീരഭാരം തീരെ കുറവായിരുന്നു. 30 കിലോയോ മറ്റോ ഭാരമുള്ള ഒരു യുവതിയും ഈ കൂട്ടത്തിലുണ്ടായിരുന്നു. അവരുടെയൊക്കെ തന്നെ മൃതദേഹങ്ങൾ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കിയപ്പോഴാണ് ഇവർക്ക് കൃത്യമായി ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ ഇവർ നൽകിയിരുന്നില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനറൽ ഹഗാരിയും സംഘവും ചിത്രീകരിച്ച ഈ തുരങ്കത്തിൻ്റെ ചിത്രങ്ങളും അതുപോലെ മറ്റ് ദൃശ്യങ്ങളുമൊക്കെ തന്നെ ഈ ബന്ദികളുടെ കുടുംബാംഗങ്ങളെയും അവർ കാണിച്ചിരുന്നു. അസഹ്യമായ ചൂടാണ് ഈ തുരങ്കങ്ങൾക്കുള്ളിൽ അനുഭവപ്പെടുന്നത് എന്നാണ് ജനറൽ ഹഗാരി പറയുന്നത്. ഇതിനകത്ത് ശരിക്കും നേരെ ശ്വസിക്കാനുള്ള വായുസഞ്ചാരം പോലും കുറവായിരുന്നു. ഓക്സിജൻ എത്തിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിലും അതൊന്നും തന്നെ ഈ ബന്ദികൾക്ക് നൽകിയിരുന്നില്ല എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം വെളിപ്പെടുത്തിയിട്ടുള്ളത്. ഇനിയും ഏതാണ്ട് 101ഓളം ബന്ദികൾ ഇസ്രായേലിൻ്റെ കൈവശമുണ്ട് എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷേ ഇവരെ എവിടെയാണ് ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് ഇസ്രായേലിന് ഇനിയും കൃത്യമായ വിവരം ലഭിച്ചിട്ടില്ല. ഇവരുടെ മൃതദേഹങ്ങൾ കണ്ടെടുത്ത ദിവസം തന്നെ 2 ഹമാസ് തീവ്രവാദികളെ ഇസ്രായേൽ സൈന്യം വധിച്ചിരുന്നു. ഒരുപക്ഷെ ഈ തീവ്രവാദികൾ തന്നെ ആയിരിക്കാം ഈ 6 ബന്ദികളെയും വധിച്ചത് എന്നാണ് ഇസ്രായേൽ സൈന്യം കരുതുന്നത്. ഈ 6 പേരും കൊല്ലപ്പെടുന്നതിന് 2 ദിവസം മുമ്പ് ഒരു ഇസ്രായേൽ ബന്ദിയെ സൈന്യം രക്ഷപ്പെടുത്തിയിരുന്നു. ഫർഹാൻ അൽ ഖ്വാദി എന്ന 53കാരനെയാണ് അന്ന് രക്ഷപ്പെടുത്തിയത്. പക്ഷേ സൈന്യം തുരങ്കത്തിലേക്ക് എത്തുമ്പോഴേക്കും ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന തീവ്രവാദികൾ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഇയാളെ ഉപേക്ഷിച്ച് സ്ഥലം വിട്ടു പോയിരുന്നു എന്നാണ് അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഇപ്പോൾ ഹമാസ് നേതൃത്വം അണികൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം ഇസ്രായേൽ സൈന്യം അടുത്തെത്തി എന്ന് ബോധ്യപ്പെട്ടാൽ തങ്ങളുടെ കൈവശമുള്ള ബന്ദികളെ അപ്പോൾ തന്നെ വധിക്കുക എന്നുള്ളതാണെന്നും ഇപ്പോൾ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഈ ടെൽ സുൽത്താൻ മേഖലയിലാണ് പ്രധാനമായും ഈ ഹമാസിൻ്റെ പ്രധാനപ്പെട്ട പല തുരങ്കങ്ങളും ഉള്ളത് എന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സൈന്യം കരുതുന്നത്. ഇവിടെ ആക്രമിക്കാൻ ഇസ്രായേൽ സൈന്യം എത്തുമ്പോഴേക്കും പലപ്പോഴും തീവ്രവാദികൾ ഇവിടെ നിന്ന് രക്ഷപ്പെടുന്ന അവസ്ഥയാണ് ഉള്ളത്. ഇസ്രായേൽ സൈന്യത്തിൻ്റെ അത്യന്താധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള തെരച്ചിൽ ഭയന്നായിരിക്കാം ഒരുപക്ഷെ ഇപ്പോൾ തീവ്രവാദികൾ സ്ഥലം വിടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ജനറൽ ഹഗാരി ഓരോ ഘട്ടങ്ങളിലും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാം ബന്ദികളെ പാർപ്പിച്ചിരുന്ന മുറികൾ, അവരുടെ
സംവിധാനങ്ങൾ, അവരുപയോഗിച്ചിരുന്ന വസ്തുക്കൾ, ഇവയൊക്കെ തന്നെ വളരെ വൈകാരികമായിട്ടാണ് അദ്ദേഹം ഓരോന്നോരോന്നായി വെളിപ്പെടുത്തുന്നത്. ഇതൊക്കെ തന്നെ ചൂണ്ടിക്കാട്ടുന്നത് എത്ര ക്രൂരമായിട്ടാണ് ഹമാസ് തീവ്രവാദികൾ ഈ ബന്ദികളോട് പെരുമാറിയിരുന്നത് എന്ന്. ഇപ്പോഴും ഇവരുടെ തടവിൽ കഴിയുന്ന ഇസ്രായേലുകാരായ ബന്ദികൾ ഇത്തരത്തിലുള്ള ക്രൂരമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങി തന്നെ ആയിരിക്കാം കഴിയുന്നത് എന്നാണ് ഇസ്രായേൽ കരുതുന്നത്. ഹമാസിനെ പിന്തുണയ്ക്കുന്ന നമ്മുടെ നാട്ടിലെ ഉൾപ്പെടെയുള്ള സംഘടനകൾ കാണേണ്ടതാണ് ഈ കാഴ്ചകൾ. ഇത്രയും ക്രൂരമായ രീതിയിൽ ഒരു തെറ്റും ചെയ്യാത്ത സാധാരണക്കാരായ മനുഷ്യരെ അതിക്രൂരമായ രീതിയിൽ പീഡിപ്പിച്ച് ഒടുവിൽ അവരെ കൊല്ലുന്ന ഈ പലപ്പോഴും പീഡനങ്ങൾക്ക് ഇവർ വിധേയരാകുമ്പോൾ ഇവർ കരുതുന്നത് ഇതിൻ്റെ അവസാനം തങ്ങൾ രക്ഷപ്പെടുമെന്ന് തന്നെയാണ്. പക്ഷേ ഇത്രയും ക്രൂരതകൾ സഹിച്ചിട്ടും ഒടുവിൽ ഇവരെ തീവ്രവാദികൾ വെടിവെച്ച് കൊല്ലുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നെത്തുമ്പോൾ ഹമാസിൻ്റെ ഏതാണ്ട് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ ഇപ്പോൾ ഇല്ലാതായ സ്ഥിതിക്ക് ഇനി അവശേഷിക്കുന്ന ബന്ദികളെ ഇവർ എന്ത് ചെയ്യും എന്നുള്ളതാണ് ചോദ്യം. ഹമാസിൻ്റെ ഇപ്പോഴത്തെ ഏറ്റവും വലിയ നേതാവായ യാഹ്യ സിൻവർ ആകട്ടെ വെളിയിൽ പോലും ഇറങ്ങാൻ കഴിയാതെ, ആരുമായും ബന്ധപ്പെടാൻ കഴിയാതെ പെൺവേഷം കെട്ടി എവിടെയോ ഒളിച്ചിരിപ്പുണ്ട് എന്ന് തന്നെയാണ് കരുതപ്പെടുന്നത്. എങ്കിലും ഈ ഒരു ദൃശ്യങ്ങൾ തീർച്ചയായും ഏതൊരു മനുഷ്യൻ്റെയും കണ്ണു നിറയ്ക്കും എന്നുള്ളത് ഉറപ്പാണ്. ഈ കൊല്ലപ്പെട്ട 6 പേരുടെയും അവസാന നിമിഷങ്ങൾ ഈ മുറിക്കുള്ളിലായിരുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ സൂചനകളും തെളിവുകളും തന്നെയാണ് ഈ ദൃശ്യങ്ങളിലൂടെ നമുക്ക് ലഭിക്കുന്നത്.